നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷം എത്തി. ഇന്നലെയാണ് കാലവർഷം കേരള തീരത്ത് എത്തിയത്. ഇനി കാലവർഷത്തിന്റെ നാളുകളാണ്. മഴ ശക്തമാകുന്ന കാഴ്ചയാണ്. വേനൽ മഴയിലുണ്ടായ നാശനഷ്ടങ്ങളും വേനൽ മഴയിലുണ്ടായ മഴക്കെടുതികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാലവർഷം കൂടി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും മഴക്കെടുതി, മഴയുടെ അവസ്ഥ എപ്രകാരമായിരിക്കും എന്നതടക്കമുള്ള ആശങ്ക ഓൾറെഡി നിലനിൽക്കുകയാണ്. കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ പ്രളയ സമാന സ്ഥിതിവിശേഷം ഉണ്ടായതായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ സംയുക്ത റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളാണ് മഴക്കാലത്തിന് മുൻപേ ഈ ഗുരുതര സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. വെള്ളക്കെട്ട് ഉൾപ്പെടെ മഴയുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ 217 വില്ലേജുകളെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ് 14 ശേഷം 19 പേർ മരിച്ചു. ഇതുവരെ 7500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മാത്രമല്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആളുകൾ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളായി 2500ഓളം കുടുംബങ്ങളാണ് 111 ദുരിതാശ്വാസ ക്യാമ്പുകളായി കഴിയുന്നത്. 850ഓളം വീടുകളാണ് തകർന്നത്. മാർച്ച് 1 മുതൽ മെയ് 30 വരെ കേരളത്തിൽ 40% അധിക മഴ പെയ്തിരിക്കുകയാണ്. ഇതിലേറെയും മെയ് മാസത്തിലാണ് മഴ കൂടുതലും കിട്ടിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ സാധാരണ ശരാശരി 34.74 സെന്റിമീറ്റർ വേനൽ മഴയാണ് സംസ്ഥാനത്ത് കിട്ടുന്നത്. എന്നാൽ ഇപ്രാവശ്യം ശരാശരി 48.57 സെന്റിമീറ്റർ മഴ പെയ്തിരിക്കുകയാണ്. വില്ലേജ് മുതൽ ജില്ലാതലം വരെ ദിവസേന വിവരം ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കാലവർഷം എത്തിയതായി പ്രഖ്യാപനം വന്നതോടെ ഇനിയുള്ള മഴക്കെടുതികൾ കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് കണക്കാക്കും. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ അറബിക്കടലിൽ ചക്രവാത ചുഴിയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കേരള തീരത്ത് നിന്ന് അടുത്ത 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം. കേരളത്തിൽ കാലവർഷം എത്തിയതിനു പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഞ്ഞ അലർട്ട് നോക്കാം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 2-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 3-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.